പലപ്പോഴും ഈ മമതാ ബാനർജി ഈ കോൺഗ്രസിൻ്റെ യോഗങ്ങളിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അത് CPM-കാരാണ് അവരെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. സമാനമായ രീതിയിലുള്ളൊരു സിമ്പതി വെസ്റ്റ് ബംഗാളിൽ വർക്കൗട്ട് ആവുമെന്നും അവിടെ അഭിഷേക് ബാനർജിക്ക് നേരിട്ട ആ ഒരു അതിക്രമം അതിലൂടെ വലിയ രീതിയിലുള്ളൊരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചു. പക്ഷേ സംഭവിച്ചത് നേരെ വിപരീതമായിട്ടാണ്. ഒരു ഗുണ്ട രാഷ്ട്രീയം മാത്രം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഗ്രാമങ്ങളിലാണെങ്കിൽ ഈ ഒരു ഗുണ്ടയുടെ നേതൃത്വത്തിലാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആർക്ക് വോട്ട് ചെയ്യണം, അവരെന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം എന്നൊക്കെയുള്ള ഒരു ഗുണ്ടാ സംഘങ്ങൾ തീരുമാനിക്കുന്നു, അത് നടപ്പിലാവുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM അവിടെ കഴിഞ്ഞ 15 വർഷക്കാലമായി ശ്വാസം മുട്ടിയാണ് ജീവിച്ചിരുന്നത്. കാരണം ഞാൻ CPM ആണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു CPM ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അടുത്ത ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി ഈ TMC-യുടെ ഈ പൂർണ്ണമായും ഇല്ലാതാവും എന്നുള്ളതാണ്. പരമാവധി പോയാൽ 3 വർഷക്കാലം കൂടി ഈ പശ്ചിമ ബംഗാളിൽ TMC-ക്ക് നിലനിൽക്കാൻ പറ്റും. അതോടുകൂടി TMC പ്രസ്ഥാനം പൂർണ്ണമായി ഇല്ലാതാവുന്നില്ല. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകൾ CPM-ന് ഏറെ ഗുണകരവും എന്നാൽ തൃണമൂൽ കോൺഗ്രസ് എന്നൊരു പാർട്ടിക്ക് വളരെ മോശമാണ്. കാരണം 15 വർഷക്കാലം ഉള്ള ദീർഘനാളത്തെ മമതാ ബാനർജിയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഇന്ത്യയിൽ അന്ത്യം കുറിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് പോലും മമതാ ബാനർജിയെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയേണ്ടല്ല. കാരണം കോൺഗ്രസും CPM-ഉം ഒക്കെ ഓൾറെഡി എഴുതി തള്ളിയിരിക്കുന്നു മമതാ ബാനർജിയെ. കാരണം ഇനി മമതാ ബാനർജിക്ക് ഒരു തിരിച്ചുവരവ് വെസ്റ്റ് ബംഗാളിൽ ഇല്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്കിപ്പോൾ ഈ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള നോർത്ത് ഇന്ത്യൻ വാർത്താ ചാനലുകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ മമതാ ബാനർജിയുടെ മേലും അതോടൊപ്പം തന്നെ അഭിഷേക് ബാനർജിയുടെ മേലും വലിയ അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്നു. വെസ്റ്റ് ബംഗാളിൽ നടന്നിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകളിൽ നടന്നിട്ടുള്ള അഴിമതി, കൊൽക്കത്ത മെട്രോയുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള അഴിമതികൾ, ഇങ്ങനെ ഒരുപാട് വലിയ കുരുക്കുകളിലേക്കാണ് മമതാ ബാനർജിയും അവരുടെ മരുമകനായിട്ടുള്ള അഭിഷേക് ബാനർജിയും പോയിക്കൊണ്ടിരിക്കുന്നത്. പല പ്രാവശ്യം ഈ രണ്ടുപേരെ നമ്മൾക്ക് കാണാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ കുരുക്കിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ CPM-നെ സംബന്ധിച്ച് ആശ്വസിക്കാവുന്നൊരു വാക്കുകളാണ്. തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയിരുന്ന പല CPM നേതാക്കന്മാരും അതോടൊപ്പം തന്നെ DYFI നേതാക്കന്മാരും ഒക്കെ തിരിച്ച് ഗർവാപ്പസി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ തൃണമൂൽ കോൺഗ്രസ്സിൽ അവശേഷിക്കുന്ന MLA-മാർ CPM-ന്റെ ഭാഗമായിട്ട് മാറിയാലും നമ്മൾ സംശയിക്കേണ്ടതില്ല അല്ലെങ്കിൽ അതിശയപ്പെടേണ്ടതില്ല എന്നെനിക്ക് തോന്നുന്നു. മൊത്തം 80 MLA-മാരാണുള്ളത്. അതുപോലെ തന്നെ 40 MP-മാരും. ഈ 40 MP-മാരിൽ ഏതാണ്ട് 30ഓളം പേർ ഇപ്പോൾ തന്നെ മമതാ ബാനർജിക്കെതിരാണ്. വരും ദിവസങ്ങളിൽ അത് വലിയ രീതിയിലുള്ള പിളർപ്പിലേക്കാണ് പോകുന്നത്. പിളർപ്പ് എന്നല്ല, യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഏതാണ്ട് 50ഓളം MLA-മാർ ഈ കൂറുമാറ്റം വരില്ല. കാരണം പുതിയ പാർട്ടി ഉണ്ടാക്കും. 3-2 ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് പുതിയ പാർട്ടി പ്രഖ്യാപിക്കുകയും ഈ പാർട്ടി പിന്നീട് BJP-ക്ക് പിന്തുണ നൽകാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും അവിടെ പ്രതിപക്ഷമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. അത് ഗുണകരമാണോ എന്ന് ചോദിച്ചാൽ അത് CPM-ന് ഗുണകരമാണ് എന്നുള്ളതാണ്. കാരണം ഈ ഇപ്പോൾ കാണുന്ന ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഒറ്റയടിക്ക്, അതായത് സിംഗൂർ സംഭവവുമായി ബന്ധപ്പെട്ട് ഒറ്റയടിക്ക് CPM പ്രവർത്തകരെല്ലാം നേരെ ചെന്ന് മമതാ ബാനർജിയുടെ പാർട്ടിയിലേക്ക് പോയി ആ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് CPM അവിടെ തീർത്തും ഇല്ലാതാവുന്നത്. രണ്ടാമത്, നമ്മൾ പല വീഡിയോയിലും പറഞ്ഞതാണ്, രണ്ടാമതുണ്ടായ സംഭവം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഒരു ഗുണ്ട രാഷ്ട്രീയം മാത്രം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഗ്രാമങ്ങളിലാണെങ്കിൽ ഈ ഒരു ഗുണ്ടയുടെ നേതൃത്വത്തിലാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആർക്ക് വോട്ട് ചെയ്യണം, അവരെന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം എന്നൊക്കെയുള്ള ഒരു ഗുണ്ടാ സംഘങ്ങൾ തീരുമാനിക്കുന്നു, അത് നടപ്പിലാവുന്നു. വിപരീതമായ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചാൽ ഒന്നുകിൽ കൊല്ലപ്പെടും, അല്ലെങ്കിൽ ഭീകരമായ കൊടിയ മർദ്ദനത്തിന് വിധേയമാകും എന്നുള്ളതാണ്. ഇത് ഭയന്ന് അവരാരും, പിന്നെ അവിടെ ഈ ജമീന്ദാർ സിസ്റ്റമൊക്കെ നിലനിൽക്കുന്നൊരു സ്ഥലമായതുകൊണ്ട് ഓരോ ഭൂപ്രഭുക്കന്മാരും അവരുടെ ഭൂമിയിൽ ജോലി ചെയ്യുന്നവരെ അടിമകളെ പോലെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. ഇവരെ നിയന്ത്രിക്കുന്നത് ഗുണ്ടകളാണ്. അപ്പം ആ വോട്ട് ചെയ്യുന്നത്, ഈ വോട്ടേഴ്സ് ഐഡിയൊക്കെ ഐഡി കാർഡൊക്കെ അവരുടെ ഈ ഗുണ്ടകളുടെ കയ്യിലായിരിക്കും. അവർ വോട്ട് സമയത്ത് മാത്രം ഇവർക്ക് കൊടുക്കുകയും ഞങ്ങൾ പറയുന്ന ആൾക്കല്ലാതെ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ
ജീവനോടെ തിരിച്ചു വരില്ല എന്നുള്ള ഭീഷണി ഉയർത്ത്. ഇത് CPM കാലത്തുണ്ടായിട്ടുണ്ട്, കോൺഗ്രസിന്റെ കാലത്തുണ്ടായിട്ടുണ്ട്. പിന്നീട് 15 വർഷക്കാലം ഈ മമതാ ബാനർജിയുടെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകളായിരുന്നു അവിടെ ആളുകളെ കൈകാര്യം ചെയ്തിരുന്നത്. ആ സ്ഥിതി അവസാനിച്ചിരിക്കുന്നു. ഇതാണ് പശ്ചിമ ബംഗാളിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്നുള്ളത്. എനിക്കത് കഴിഞ്ഞ ദിവസം ഈ അഭിഷേക് ബാനർജിക്ക് നേരെ ഉണ്ടായ അക്രമം അതൊരു പക്ഷേ മമതാ ബാനർജി കരുതിയിട്ടുണ്ടാവും അത് വലിയ രാഷ്ട്രീയ നേട്ടം വെസ്റ്റ് ബംഗാളിൽ ഉണ്ടാക്കുമെന്ന്. കാരണം പലപ്പോഴും ഈ മമതാ ബാനർജി ഈ കോൺഗ്രസിന്റെ യോഗങ്ങളിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അത് CPM കാരാണ് അവരെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. സമാനമായ രീതിയിലുള്ള ഒരു സിമ്പതി വെസ്റ്റ് ബംഗാളിൽ വർക്കൗട്ട് ആവുമെന്നും അവിടെ അഭിഷേക് ബാനർജിക്ക് നേരെ ഇട്ട ആ ഒരു അതിക്രമം അതിലൂടെ വലിയ രീതിയിലുള്ളൊരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചു. പക്ഷേ സംഭവിച്ചത് നേരെ വിപരീതമായിട്ടാണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയ ഒരു പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അഭിഷേക് ബാനർജി. ആ ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ തെരുവിൽ തല്ലുവാങ്ങി എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നീട് ആ പാർട്ടിക്കകത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള സാധാരണ പ്രവർത്തകരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ അവർക്കുണ്ട്. ഏതൊക്കെയാലും BJP ഒരു കാരണവശാലും ഏതൊക്കെയാലും CPM-ന്റെ നേരെ ഇപ്പൊ തിരിയത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തിരിയില്ല മാത്രമല്ല, BJP ഇപ്പോൾ അവിടെ റീപ്ലേസ് ചെയ്യണമല്ലോ, മറ്റൊരു പാർട്ടിയെ റീപ്ലേസ് ചെയ്യണം. അപ്പൊ തീർച്ചയായും TMCയെ പൂർണ്ണമായും ഇല്ലാതാക്കി CPM-നെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു പദ്ധതിക്കാണ് അവിടെ സർക്കാർ പോലും പിന്തുണ നൽകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയ, നേരത്തെ അന്യാധീനപ്പെട്ടു പോയ നിരവധി പാർട്ടി ഓഫീസുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള വലിയ സപ്പോർട്ട് ഉണ്ടാകുന്നു. ഗുണ്ടാക്രമണം തടുക്കാൻ വേണ്ടിയിട്ട് അതാത് പ്രദേശങ്ങളിലുള്ള BJP പ്രവർത്തകരും ഇവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് TMCന്റെ അന്ത്യം കുറിക്കുന്നത്. ഒരു കാളികെട്ടിൽ നടന്ന വലിയൊരു അക്രമ സംഭവത്തിലൂടെയാണ് ഈ പറയുന്ന മമതാ ബാനർജിയുടെ ഉദയമെങ്കിൽ ഇപ്പോൾ അഭിഷേക് ബാനർജിയുടെ നേരെ നടന്ന അക്രമത്തിലൂടെ ഈ പാർട്ടിയുടെ അന്ത്യവും കുറിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അത് ഈ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള പാർട്ടികളുടെ ഒരു വിഷയം എന്ന് പറയുന്നത് ഒറ്റ വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകുന്ന ദുരന്തമാണ് യഥാർത്ഥത്തിൽ TMCക്ക് ഉണ്ടായിക്കൊണ്ട്. കാരണം TMC എന്ന് പറയുന്നത് എന്താണ്? മമതാ ബാനർജി എന്താണോ ആലോചിക്കുന്നത്, എന്താണോ തീരുമാനിക്കുന്നത് അത് നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു അവിടുത്തെ ഒരു രീതി. അതാണ് ഇപ്പോൾ BJPയും ഈ സൈലന്റ് ആയിട്ട് CPM കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത്. ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM അവിടെ കഴിഞ്ഞ 15 വർഷക്കാലമായി ശ്വാസം മുട്ടിയാണ് ജീവിച്ചിരുന്നത്. കാരണം ഞാൻ CPM ആണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു CPM ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ അവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പല ഗ്രാമങ്ങളിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ചില മലയാളി സുഹൃത്തുക്കൾ പറയും, ഈ ഓഫീസ് കണ്ടോ, ഇത് ഞങ്ങളുടേതായിരുന്നു 15 വർഷം മുന്നേ ഞങ്ങളുടെ ഓഫീസായിരുന്നു ഇത്. പക്ഷേ ഈ പാർട്ടിയിലുള്ള എല്ലാ ആളുകളും നിർബന്ധമായും TMCയിലേക്ക് ചേർന്നതോടുകൂടി പാർട്ടി ഓഫീസിന്റെ ബോർഡാണ് മാറ്റിയത്. പാർട്ടി ഓഫീസ് അത് തന്നെ, പാർട്ടി ഓഫീസിന്റെ ബോർഡ് മാറ്റുന്നു. അതുവരെ CPM ഓഫീസായിരുന്നത് പിന്നീട് ഈ TMCയുടെ ഓഫീസായി മാറിയിരിക്കുന്നു. ഇങ്ങനെ നിരവധി ഓഫീസുകളാണ് ഒറ്റ ദിവസം കൊണ്ട് TMC പിടിച്ചെടുത്തിരുന്നത്. ഈ ഓഫീസുകൾ മൊത്തം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഒരു നീക്കം എന്ന് പറയുന്നത് BJPക്ക് എന്തെങ്കിലും CPM-നോട് താല്പര്യമുണ്ടായത് കൊണ്ടല്ല, മറിച്ച് TMCയെ ഇല്ലാതാക്കാൻ വേണ്ടി CPM-ന് പിന്തുണ കൊടുക്കുന്നു. CPM-ന് സംഘടന കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാർമ്മികമായ പിന്തുണ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവം. ഇത് എനിക്ക് തോന്നുന്നു അടുത്ത ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി ഈ TMCയുടെ ഈ പൂർണ്ണമായും ഇല്ലാതാവും എന്നുള്ളതാണ്. പരമാവധി പോയാൽ 3 വർഷക്കാലം കൂടി ഈ പശ്ചിമ ബംഗാളിൽ TMCക്ക് നിലനിൽക്കാൻ പറ്റും. അതോടുകൂടി TMC പ്രസ്ഥാനം പൂർണ്ണമായി ഇല്ലാതാവുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്താ വെച്ചാൽ CPM അവിടെ വീണ്ടും തിരിച്ചു വരികയും 8-10 സീറ്റുകൾ, അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ലോക്സഭയിലേക്ക്. കേരളത്തിൽ നിന്ന് ഭരണവിരുദ്ധ വികാരമൊക്കെ വെച്ചിട്ട് ഒരു 8-10 സീറ്റും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു കഴിഞ്ഞാൽ CPM-ന് 20 സീറ്റുമായിട്ട് ലോക്സഭയിലെത്തുന്ന CPM-നെ സംബന്ധിച്ചിട്ട് വലിയൊരു പ്രതിപക്ഷ ശക്തിയായിട്ട് പാർലമെന്റിനകത്ത് ഉണ്ടാവും. അല്ല, അതിനിടയ്ക്ക് എന്താ പറയുക, കേരളത്തിൽ നിന്ന് 10 അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ബുദ്ധിമുട്ടാണ്. കാരണം അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബുദ്ധിമുട്ടാണ്. ഭരണവിരുദ്ധ വികാരം വെച്ചിട്ടാണ് ഭരണവിരുദ്ധ വികാരമൊക്കെ ആകുമ്പോഴേക്കും 3 വർഷമൊക്കെ ആകുമ്പോൾ ഇതിപ്പോ 1 മാസം എത്തുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം ഇതായിട്ടുണ്ട് ഇപ്പൊ കേരളത്തില്. നോക്കിക്കോ, ഒന്നായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ തൽക്കാലം നമുക്ക് പശ്ചിമ ബംഗാളിന്റെ കാര്യം പറയാം, കേരളം വിടാം നമുക്ക്. അതുകൊണ്ട് പശ്ചിമ ബംഗാളിൽ എന്തായാലും വലിയ രീതിയിൽ CPM-ന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവും എന്നുള്ള യാതൊരു സംശയമില്ല. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി പറയുന്നതല്ലല്ലോ, നമ്മുടെ താല്പര്യമല്ല.
ഇപ്പം പശ്ചിമ ബംഗാളിൽ CPM തിരിച്ചു വന്നുകൊണ്ട് പ്രത്യേകിച്ചിട്ട് എനിക്ക് വലിയ ഗുണമുണ്ടായി തോന്നുന്നില്ല. പക്ഷെ എങ്കിൽ പോലും അവിടെ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുങ്ങുന്നു എന്ന് പറയുന്നത് TMCയുടെ ഈ ഗുണ്ടാ രാഷ്ട്രീയത്തിന് ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ്. ഇപ്പം സിബി നേരത്തെ സൂചിപ്പിച്ചൊരു ഇതാണ്ട് നിരവധി അഴിമതി ആരോപണങ്ങൾ അവിടെ നിലനിൽക്കുന്നു. ഇപ്പം സുവേന്ദു അധികാരി ഏറ്റവും കൂടുതൽ മമതാ ബാനർജിക്കെതിരായി നടത്തിയ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും ചേർന്ന് ഈ പശ്ചിമ ബംഗാളിനെ വലിയ കടക്കണിയിലേക്ക് തള്ളിവിട്ടുവെന്നും ഈ 15 വർഷക്കാലം അവിടെ യാതൊരു വികസന പ്രവർത്തനം നടന്നില്ല, അഴിമതി മാത്രമാണ് നടന്നത് എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രചരണം. ഇപ്പം നിരവധിയായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലെല്ലാം വലിയ അഴിമതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പറയുന്നത്. ഇപ്പോൾ കൽക്കട്ടയിൽ വലിയ മാറ്റങ്ങളൊന്നും സിബിക്കറിയാം. കൽക്കട്ടയിൽ പ്രകടമായ ഒരു മാറ്റം എന്ന് പറയുന്നത് അവിടെ കൽക്കട്ട മെട്രോ തന്നെയാണോ? കൽക്കട്ട മെട്രോ മാത്രമാണ്. ഇപ്പോൾ കൽക്കട്ട മെട്രോ ഇപ്പോൾ ഹൂബ്ലി നദിക്കക്കരയ്ക്ക് നമ്മൾ പോകുമ്പോൾ ഭയങ്കര രസകരമാണ്. അണ്ടർഗ്രൗണ്ട് മെട്രോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലോക നിലവാരത്തിലുള്ള മെട്രോ ആണ് അവിടെ ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്ത്യയിലുള്ള പല മെട്രോകളിലും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും സൂപ്പർ മെട്രോ എന്ന് പറയാവുന്നത് കൽക്കട്ട മെട്രോ തന്നെയാണ്, ഒരു സംശയം വേണ്ട. അപ്പോൾ അത് അഴിമതിയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ വലിയ രീതിയിൽ അന്വേഷണം വരും. തീർച്ചയായും മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയൊക്കെ ജയിലടക്കപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും. ഒരു നാളുകളിൽ എന്തായാലും പശ്ചിമ ബംഗാളിൽ അങ്ങനെ ഒരു സുഗമമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി മമതാ ബാനർജിക്ക് ഇനി സാധിക്കില്ല എന്നുള്ള നിരവധി സൂചനകളുണ്ട്. ആ സൂചനകൾ കൃത്യമാണ്. അവിടെ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ BJP ആരംഭിച്ചിരിക്കുന്നു. തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ സേനകളെയും ഉപയോഗിച്ചുകൊണ്ട് മമതാ ബാനർജിയെ പൂർണ്ണമായി ഇല്ലാതാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.